ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ അവസാനം നോക്കിയ 27-ാം ശ്ലോകത്തിൽ മധ്യമാവാക്കിൻ്റെ സ്ഥൂലവും സൂക്ഷ്മവുമായ രണ്ട് രൂപങ്ങൾ മനസ്സിലാക്കി. നവനാദമയമായ സൂക്ഷ്മരൂപവും നവവർഗാത്മകമായ സ്ഥൂല രൂപവും. എന്താണ് ഈ 9 രൂപങ്ങളായുള്ള സൂക്ഷ്മമധ്യമയും സ്ഥൂലമധ്യമയും? നവനാദാത്മക സൂക്ഷ്മമധ്യമ എന്നത് ശ്രീ ഭാസ്കരരായരുടെ പക്ഷമനുസരിച്ച് അവികൃതം, ശൂന്യം, സ്പർശം, നാദം, ധ്വനി, ബിന്ദു, ശക്തി, ബീജം, പിന്നെ അക്ഷരം എന്നീ 9 എന്നും നവവർഗാത്മക സ്ഥൂലമധ്യമ 9 വർഗങ്ങളായി തിരിച്ചിട്ടുള്ള മാതൃകാക്ഷരങ്ങൾ, അതായത് സ്വരാക്ഷരങ്ങൾ, പിന്നെ ക വർഗം, ച വർഗം, ട വർഗം, ത വർഗം, പ വർഗം എന്നിങ്ങനെ 5 വ്യഞ്ജനാക്ഷരങ്ങൾ അടങ്ങിയ 5 വർഗങ്ങൾ, പിന്നെ ബാക്കിയുള്ള അക്ഷരങ്ങളുടെ അന്തസ്ഥം, ഊഷ്മ, ഘോഷി എന്ന 3 വർഗങ്ങൾ. അങ്ങനെ ആകെ 9 വർഗങ്ങളാണ് നവവർഗാത്മക സ്ഥൂലമധ്യമ എന്നും നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ മനസ്സിലാക്കിയതാണ്. ഈ രണ്ടിനും തമ്മിൽ, അതായത് നവനാദമയമായ സൂക്ഷ്മരൂപവും നവവർഗമയമായ സ്ഥൂലരൂപവും തമ്മിൽ ഭേദമില്ല എന്ന് പറയാണ് ഈ 28-ാമത്തെ ശ്ലോകത്തിൽ. അപ്പോൾ 28-ാമത്തെ ശ്ലോകം നോക്കാം. ആദ്യാകാരണമന്യാ കാര്യം ത്വനയോര്യതസ്തതോ ഹേതോഃ സൈവേയം നഹി ഭേദസ്താദാത്മ്യം ജനകജന്യയോരിഷ്ടം. ജനകജന്യയോരിഷ്ടം, ഇത് ഹേതുഹേതുമതോരിഷ്ടം എന്നും ഹേതുഹേതുമത് അഭീഷ്ടം എന്നുമൊക്കെ പാഠഭേദങ്ങൾ കാണുന്നുണ്ട്. ആനന്ദോല്ലാസം വ്യാഖ്യാനത്തിലെ മൂലമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാറ്റിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ശ്ലോകം പദം പിരിച്ച് ഇങ്ങനെ വായിക്കാം. ആദ്യാകാരണം അന്യാ കാര്യം തു അനയോഃ യതഃ തതഃ ഹേതോഃ സാ ഏവ ഇയം നഹി ഭേദഃ താദാത്മ്യം ജനകജന്യയോഃ ഇഷ്ടം. പദങ്ങളുടെ അർത്ഥം നോക്കാം. ആദ്യാകാരണം, ആദ്യം പറഞ്ഞ സൂക്ഷ്മമധ്യമ, നവനാദാത്മക രൂപ സൂക്ഷ്മമധ്യമ കാരണമായും, അന്യാ കാര്യം മറ്റൊന്നായ സ്ഥൂലമധ്യമ, നവവർഗ ഭൂതലിപി രൂപത്തിലുള്ള സ്ഥൂലമധ്യമ കാര്യമായും ഇരിക്കുന്നു. ആദ്യാകാരണം എന്ന് വെച്ചാൽ നവനാദാത്മക സൂക്ഷ്മമധ്യമ, അതായത് അവികൃതം, ശൂന്യം, സ്പർശം, നാദം എന്നെല്ലാമുള്ള സൂക്ഷ്മമായ ധ്വനി രൂപത്തിലുള്ളതൊക്കെ ആദ്യമുണ്ടായതുകൊണ്ട് അതാണ് കാരണം, കോസ്. അന്യാകാര്യം എന്ന് വെച്ചാൽ സൂക്ഷ്മത്തിൻ്റെ ജന്യം സൂക്ഷ്മത്തിൽ നിന്നും ഉണ്ടായതുകൊണ്ട് സ്ഥൂലമായ ലിപിശക്തി രൂപമായ മധ്യമ കാര്യം ആകുന്നു, ഇഫക്റ്റ്. അതുകൊണ്ട് അനയോഹോ, സൂക്ഷ്മം സ്ഥൂലം രണ്ടും തമ്മിൽ, തതഃ ഹേതോഹോ തു, കാരണകാര്യഭാവമുള്ളതുകൊണ്ട്, അതായത് ഒന്ന് മറ്റൊന്നിൻ്റെ മൂലം ആണ് എന്ന കാരണത്താൽ, സൈവേയം സാ ഏവ ഇയം, അതായത് ഇയം ഈ സ്ഥൂലമധ്യമ എന്നത് സായേവ ആ സൂക്ഷ്മമധ്യമ തന്നെയാണ്. നഹി ഭേദഃ, ഇവ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എന്തുകൊണ്ടാണ് എങ്കിൽ ജനകജന്യയോഹോ, കാരണകാര്യങ്ങൾ തമ്മിലുള്ള താദാത്മ്യം, ഐക്യം, അതായത് പരസ്പര ഭേദമില്ലായ്മ, ഇഷ്ടം, അംഗീകൃതമാണ്. എന്നുവെച്ചാൽ നവനാദാത്മക സൂക്ഷ്മമധ്യമ ആദ്യമുണ്ടായതുകൊണ്ട് മൂലവും, നവവർഗാത്മ സ്ഥൂലമധ്യമ ആ മൂലത്തിൽ നിന്നുമുള്ള ജന്യവുമായതുകൊണ്ട് ഭേദം എന്നത് വാക്കിലുള്ള ഭേദം മാത്രമാണ്. വാചാരംഭണ മാത്രത്വാത്ത്, രണ്ടിൻ്റെയും പേരുകളിലുള്ള വ്യത്യാസം മാത്രമാണ്. യഥാർത്ഥത്തിൽ അവ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് അർത്ഥം. ശ്രീ കാമകലാവിലാസത്തിലെ നമ്മൾ മനസ്സിലാക്കിയ കഴിഞ്ഞ 3 ശ്ലോകങ്ങളും, അതായത് 26, 27, 28 ശ്ലോകങ്ങളും ശ്രീ ലക്ഷ്മീധരാചാര്യർ തൻ്റെ സൗന്ദര്യലഹരി 34-ാം ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഉദ്ധരിച്ച് അർത്ഥവും കൊടുത്തിട്ടുണ്ട്. ശ്രീ ലക്ഷ്മീധരാചാര്യർ കൊടുത്തിട്ടുള്ള അർത്ഥം കൂടി നമുക്ക് നോക്കാം.
സാരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം, ദീർഘിപ്പിക്കുന്നില്ല. സൂക്ഷ്മ സ്ഥൂല എന്ന് രണ്ട് വിധേനയാണ് മധ്യമ എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ. 27ാമത്തെ ശ്ലോകം നോക്കിയാൽ ആദ്യത്തെ രണ്ട് വരികൾ ദ്വിധാഹി മധ്യമ സാ സൂക്ഷ്മ സ്ഥൂലകൃതിസ്ഥത എന്നാണ്. എന്നാൽ സ്ഥൂലാകൃതി സ്ഥിര സൂക്ഷ്മ എന്നുള്ള പാഠമാണ് ശ്രീ ലക്ഷ്മീധരാചാര്യർ എടുത്തിട്ടുള്ളത്. സൂക്ഷ്മ സ്വരൂപമാഹ സ്ഥിരേതി സ്ഥൈര്യാവസ്ഥായാം യുക്താവസ്ഥായാമേവ അവഭാസ്യ നവനാദമിതി എന്ന് വെച്ചാൽ സൂക്ഷ്മാവസ്ഥ സ്ഥൈര്യാവസ്ഥയിൽ, അതായത് സ്ഥിരമായ യോഗസമാധിയിൽ സ്ഫുരിക്കുന്നതാണ് എന്ന് അർത്ഥം. സ്ഥൈര്യാവസ്ഥയായ സമാധിയിൽ അനുഭവവേദ്യമാകുന്ന ഇത് തന്നെയായിരിക്കാം ഒരുപക്ഷെ പിൽക്കാലത്ത് ശ്രീ ഭാസ്കരരായർ സൂചിപ്പിച്ചിട്ടുള്ള അവികൃതം, ശൂന്യം, സ്പർശം, നാദം, ധ്വനി മുതലായ സൂക്ഷ്മമധ്യമയുടെ നവനാദ സ്വരൂപം. സ്ഥൂലാവസ്ഥ 9 മാതൃകാഗണങ്ങളുടെ ക്രമത്തിലാണ്. ഏതേ പരസ്പരം ഭിന്നജാതീയാഹ സ്വര കവർഗ ചവർഗ ടവർഗ തവർഗ പവർഗ യവർഗ ശവർഗ ക്ഷവർഗാണാം പരസ്പരം ഭിന്നത്വേന പ്രതീയമാനത്വാത്. ശ്രീ ലക്ഷ്മീധരാചാര്യരുടെ കണക്കനുസരിച്ച് അകാരാദിസ്വരങ്ങൾ, പിന്നെ ക, ച, ട, ത, പ വർഗങ്ങൾ, യവർഗം, ശവർഗം, പിന്നെ ക്ഷ എന്നിങ്ങനെ 9 പരസ്പരം ഭിന്നങ്ങളായി തോന്നുന്നു. അതുകൊണ്ടാണ് അവ വർഗങ്ങൾ എന്ന് പറയപ്പെടുന്നത്. വേറെ വേറെ ഗ്രൂപ്പുകളായിട്ടുള്ളത് കൊണ്ട്. പരസ്പരം ഭിന്നത്വേന പ്രതീയമാനത്വാത്, ഭിന്നങ്ങളായി തോന്നുന്നത് കൊണ്ടാണ് ഇവ ഭൂതലിപി എന്ന് പറയപ്പെടുന്നത്. ഭൂതലിപ്യാഖ്യേതി മിഥ്യാവിജ്ഞേയ മിഥ്യാരൂപായാഹ ലിപേഹേ ആഖ്യാപകത്വം ദർപ്പണ പ്രതിബിംബസ്യ മുഖജ്ഞാപകത്വമിതി ന വിരുദ്ധ്യതേ. അതായത് കണ്ണാടിയിൽ മുഖം പ്രതിഫലിക്കുന്നത് പോലെ ലിപിയിൽ അതിൻ്റെ ഭൗതികത്വം നിഴലിക്കുന്നത് കൊണ്ട്. എന്ന് വെച്ചാൽ ഓരോ ലിപിയുടെയും എലമെന്റ്, പദാർത്ഥ തത്വം അഥവാ ഗുണാംശം അതാത് ലിപിയിൽ പ്രതിഫലിക്കുന്നത് കൊണ്ട് ഭിന്നങ്ങളായി തോന്നുക മാത്രമാണ്. സൂക്ഷ്മരൂപയായ മധ്യമ സ്ഥൂലരൂപ മധ്യമയുടെ കാരണമാണ്. സ്ഥൂലം കാര്യവുമാണ്. ഈ കാരണകാര്യങ്ങൾ തമ്മിൽ ഐക്യം സമ്മതിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഈ രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് മധ്യമാസ്വരൂപം സ്വീകരിക്കുന്ന ചിത് ശക്തിക്ക് നവാത്മകത്വം സിദ്ധിച്ചിരിക്കുന്നു. അതശ്ച മധ്യാത്മികായാഹ ചിത്ശക്തേഹേ നവാത്മത സിദ്ധാഹ. ഇതാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ 26, 27, 28 ശ്ലോകങ്ങൾക്കും ശ്രീ ലക്ഷ്മീധരാചാര്യർ കൊടുത്തിട്ടുള്ള ഒരു വിശേഷാർത്ഥം. ഇതൊക്കെ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള വിഷയങ്ങളാണ്. മഹാത്മാക്കളായ ആചാര്യന്മാർ ആഴത്തിൽ ആരാഞ്ഞ് മനസ്സിലാക്കി ചുരുക്കമായ വാക്കുകളിൽ എഴുതി വെച്ചിട്ടുള്ള സംഗതികളാണ്. ഒന്നും കൂടി ശ്രദ്ധിച്ച് കേട്ട് ഉദ്ദേശിച്ചിട്ടുള്ള അർത്ഥം മനസ്സിലാക്കിക്കൊള്ളേണ്ടതാണ്. ഇനി അടുത്ത 29ാമത്തെ ശ്ലോകം മുതൽ മധ്യശൃംഗാടമാകുന്ന പ്രഥമ ത്രികോണ തേജസ്സിന്റെ വ്യാപ്തിയായി വികസിച്ചിരിക്കുന്ന അഷ്ടകോണം മുതലായ ശ്രീചക്രത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ വിവരിക്കുകയാണ്. അത് വൈഖരി വാക്കിന്റെ നിരൂപണം കൂടിയാണ്. 29ഉം 30ഉം ശ്ലോകങ്ങൾ ഒരുമിച്ച് അർത്ഥം കാണേണ്ടതാണ്. അതുകൊണ്ട് ആ 2 ശ്ലോകങ്ങളും എടുക്കാം. 29ഉം 30ഉം ശ്ലോകങ്ങൾ. ശശസപവർഗമയം തദ്വസുകോണം മധ്യകോണ വിസ്താരഃ നവകോണം മധ്യം ചേത്യസ്മിംശ്ചിത് ദീപദീപിതേ ദശകേ തച്ഛായാദ്വിതയമിദം ദശാരചക്രദ്വയാത്മനാ വിതതം തടചകവർഗചതുഷ്ടയ വിലസന വിസ്പഷ്ടകോണവിസ്താരം. ആദ്യം പദം പിരിച്ച് ഈ 2 ശ്ലോകങ്ങളും നോക്കാം. ശ ഷ സ പ വർഗമയം തദ് വസുകോണം മധ്യകോണ വിസ്താരഃ നവകോണം മധ്യം ച ഇതി അസ്മിൻ ചിത് ദീപദീപിതേ ദശകേ തദ് ഛായാദ്വിതയം ഇദം ദശാരചക്രദ്വയ ആത്മനാ വിതതം തടചകവർഗ ചതുഷ്ടയ വിലസന വിസ്പഷ്ടകോണ വിസ്താരം. ഇനി പദങ്ങളുടെ അർത്ഥം നോക്കാം. ശ ഷ സ പ വർഗമയം.
ഷ ഷ സ എന്നീ 3 പിന്നെ പവർഗത്തിലുള്ള പ ഫ ബ ഭ മ എന്നിവ 5 കൂടി ആകെ 8 അക്ഷരങ്ങളടങ്ങിയ വസുകോണം, അതായത് അഷ്ടകോണ ചക്രം, മധ്യകോണ വിസ്താര, മധ്യത്രികോണത്തിന്റെ വികസനമാണ്. തദ് നവകോണം, അഷ്ടകോണവും മധ്യത്രികോണവും ചേർന്ന് ആ 9 കോണുകളും മധ്യം ച അസ്മിൻ ഇതി ദശകേ, ഇതിൽ മധ്യബിന്ദുവും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഈ 10, അതായത് അഷ്ടകോണം 8, മധ്യത്രികോണം 9, പിന്നെ ബിന്ദുവും കൂടുമ്പോൾ 10, ഈ 10 അംശങ്ങളും ചിദ് ദീപ ദീപിതേ, ചിത് ജ്യോതിയാൽ ദീപ്തമായപ്പോ ബൈന്ദവ സ്ഥാനത്തിലിരിക്കുന്ന ചിത്ശക്തിയുടെ തേജസ് കൊണ്ട് പ്രകാശിപ്പിക്കപ്പെട്ടപ്പോ തദ് ഛായാദ്വിതയം, ആ ദശകത്തിന്റെ 2 തേജോരാശികൾ, ഛായ എന്നതിന് കാന്തി എന്നാണ് ശ്രീ നടനാനന്ദനാഥർ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ആ 2 തേജോരാശികൾ ദശാരചക്രദ്വയ ആത്മനാ വിതതം, അന്തർദശാരം ബഹിർദശാരം എന്നീ 2 ചക്രങ്ങളായി വികസിച്ചു. അതായത് സർവാനന്ദമയമാകുന്ന മധ്യബിന്ദു, സർവസിദ്ധിപ്രദം ആകുന്ന പ്രഥമ ത്രികോണം, പിന്നെ സർവരോഗഹരം ആയ അഷ്ടകോണം, ഇങ്ങനെ 10 കോണുകൾ മധ്യബിന്ദുവിലുള്ള ചിത്ശക്തിയുടെ തേജസ് കൊണ്ട് പ്രകാശിപ്പിക്കപ്പെടുമ്പോൾ അവ ഇരട്ടിച്ച് സർവരക്ഷാകരം സർവാർത്ഥസാധകം എന്നീ 2 ദശാരചക്രങ്ങളായി അന്തർദശാരം ബഹിർദശാരം എന്നിങ്ങനെ വികസിക്കുന്നു. അതോടുകൂടി വൈഖരിയുടെ മാതൃകാക്ഷരങ്ങളുടെ വ്യാപനവും സംഭവിക്കുന്നു എന്ന് സാരം. ചിത് ശക്തിയുടെ തേജസ് എന്ന് പറയുന്നത് ചിത് കലയാണ്. ബൈന്ദവാസന സംരൂഢ സംവർത്താനല ചിത്കലം എന്ന് യോഗിനി ഹൃദയം പറയുന്നു. ഈ ചിത് കല അംബികാ ശാന്താ സാമരസ്യ രൂപ മഹാബിന്ദുമയ സദാശിവാസനാരൂഢ പ്രകാശ വിമർശാത്മക കാമേശ്വര കാമേശ്വര്യധിഷ്ഠിതം ഇതി എന്ന് ശ്രീ അമൃതാനന്ദനാഥർ വിവരിച്ചിരിക്കുകയാണ്. അതായത് അംബികയായ ചിത്ശക്തി ശാന്താശക്തിയുമായുള്ള സാമരസ്യ ഭാവത്തില് മഹാബിന്ദു സ്ഥാനത്തില് സദാശിവമഞ്ചത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രകാശ വിമർശാത്മക ശ്രീ കാമേശ്വരൻ ശ്രീ കാമേശ്വരി എന്നിവരിൽ അധിഷ്ഠിതമായിരിക്കുന്നു എന്ന് അർത്ഥം. ആരാണ് അധിഷ്ഠിതമായിരിക്കുന്നത്? ചിത് ശക്തി. ആ ചിത് ശക്തി അംബിക ശാന്ത സാമരസ്യ രൂപ. എന്താണ് അംബിക ശാന്ത ശക്തികൾ എന്നതൊക്കെ പഴയ ഭാഗങ്ങളിൽ വിവരിച്ചിട്ടുള്ളതാണ്, അതൊന്നും വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇനി 30ാമത്തെ ശ്ലോകത്തിന്റെ അവസാനത്തെ പാദം നോക്കാം. ത ട ച ക വർഗ ചതുഷ്ടയ വിലസന വിസ്പഷ്ടകോണ വിസ്താരം ഇതം. ഇതം ഈ 2 തേജസ്സുകളും ത ട ച ക വർഗ ചതുഷ്ടയ, തവർഗം തവർഗം ചവർഗം കവർഗം എന്നീ 4 വർഗങ്ങളാൽ വിലസന വിളങ്ങുന്ന വിസ്പഷ്ടകോണ വിസ്താരം, സ്പഷ്ടമായ കോണുകളോടുകൂടി വികസിച്ചവയായി വിളങ്ങുന്നു. തവർഗവും ടവർഗവും അന്തർദശാരത്തിലും ചവർഗവും കവർഗവും ബഹിർദശാരത്തിലും സ്ഥിതി ചെയ്യുന്നു എന്നാണ് ആനന്ദോല്ലാസത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് അന്തർദശാരത്തിലെ മാതൃകാക്ഷരങ്ങൾ ത ഥ ദ ധ ന ട ഠ ഡ ഢ ണ എന്നീ 10, ബഹിർദശാരത്തിലെ മാതൃകാക്ഷരങ്ങൾ ച ഛ ജ ഝ ഞ ക ഖ ഗ ഘ ങ. ഇങ്ങനെയാണ് ത ട ച ക വർഗ ചതുഷ്ടയം ഈ 2 ദശാരങ്ങളിലും അടങ്ങിയിരിക്കുന്നത്. ഭൂതതന്മാത്ര ദശക പ്രകാശാലംബനത്വതഃ ദ്വിദശാര സ്ഫുരദ്രൂപം ക്രോധീശാദി ദശാരകം എന്ന് ഇതേ വസ്തുത യോഗിനി ഹൃദയത്തിലും പറയുന്നുണ്ട്. ക്രോധീശ എന്ന് പറഞ്ഞാൽ കകാരമാണ്. അതായത് കകാരാദി 10ഉം 2 ദശാരങ്ങളിലും സ്ഫുരിക്കുന്നു എന്ന് അർത്ഥം. യോഗിനി ഹൃദയത്തിലെ ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിൽ ശ്രീ അമൃതാനന്ദനാഥരും ശ്രീ ഭാസ്കരറായരും ശ്രീ കാമകലാവിലാസത്തിലെ ഈ 30ാമത്തെ ശ്ലോകം പ്രമാണമായി ഉദ്ധരിച്ചാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്നതും ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെ വേറെ പല സന്ദർഭങ്ങളിലും ഈ ശ്രീ കാമകലാവിലാസത്തിലെ ശ്ലോകങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളത് കൊണ്ട് ശ്രീ കാമകലാവിലാസം ഈ 2 ആചാര്യന്മാരും വളരെ ഭക്തി പുരസ്സരം ബഹുമാനിച്ചിരുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് എന്നും നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്ത 31ാമത്തെ ശ്ലോകത്തിൽ ചതുർദശാര ചക്രത്തിന്റെ ഉത്പത്തി പറയുകയാണ്. 31ാം ശ്ലോകം.
एतच्चक्रचतुष्कप्रभासमेतं दशारपरिणामः आदिस्वरगणकचतुर्दशवर्णमयं ചതുർദശാരമിതം. പദങ്ങളുടെ അർത്ഥം നോക്കാം. ചതുർദശാരം, 14 കോണുകളുള്ള ചതുർദശാര ചക്രം. ഏതത് ചക്രചതുഷ്ക പ്രഭാസമേതം, നേരത്തെ പ്രസ്താവിച്ച 4 ചക്രങ്ങളുടെ, അതായത് ബിന്ദു, ത്രികോണം, അഷ്ടകോണം, പിന്നെ 2 ദശാരങ്ങൾ എന്നീ 4 ചക്രങ്ങളുടെ പ്രഭാസമേതം, പ്രകാശത്തോടു കൂടിയതും, ദശാര പരിണാമ, ആന്തരം ബാഹ്യം എന്നറിയപ്പെടുന്ന 2 ദശാരങ്ങളുടെ പരിണാമവും ആകുന്നു. ഇതം സർവസൗഭാഗ്യദായകം എന്ന് അറിയപ്പെടുന്ന ഈ ചതുർദശാര ചക്രം ആദിസ്വരഗണക ചതുർദശ വർണ്ണമയം, സ്വരഗണങ്ങളുടെ ആദിയിലുള്ള എന്ന് വെച്ചാൽ അനുസ്വാരം വിസർഗം രണ്ടും ഒഴിവാക്കി 14 സ്വരങ്ങളോട് കൂടിയതായും ഇരിക്കുന്നു. അതായത് അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, ഋ, ള്, എ, ഐ, ഓ, ഔ എന്നീ 14 സ്വരാക്ഷരങ്ങൾ, അം, അഹ കൂടാതെയുള്ള 14 സ്വരാക്ഷരങ്ങൾ 14 കോണുകളിലായി സ്ഥിതി ചെയ്യുന്നു എന്ന അർത്ഥം. അപ്പോൾ ഈ ശ്ലോകത്തിന്റെ അർത്ഥം വ്യക്തമാണ്. 14 കോണുകളുള്ള സൗഭാഗ്യദായക ചക്രം എന്ന പേരുള്ള ചതുർദശാരം, ബിന്ദു, ത്രികോണം, അഷ്ടകോണം, 2 ദശാരങ്ങൾ എന്നിവയുടെ പ്രഭാവികാസമാണ്. അന്തർദശാരത്തിന്റെ വികസനമായ ബഹിർദശാരത്തിന്റെ പരിണാമവുമാണ് ഈ ചതുർദശാര ചക്രം. ഇതിൽ അകാരം മുതൽക്കുള്ള 14 സ്വരാക്ഷരങ്ങളും ഓരോ കോണുകളിലായി സ്ഥിതി ചെയ്യുന്നു എന്ന് അർത്ഥം. ഇങ്ങനെ ത്രികോണത്തിൽ നിന്നും മന്വശ്രം എന്ന് പറയുന്ന ചതുർദശാരം വരെയുള്ള ചക്രങ്ങളിലായി വൈഖരി വാക്കും ആവിർഭവിച്ചിരിക്കുന്നു. അതായത് വാക്ക് പരിണാമത്തിന്റെ അവസാനത്തെ ഘട്ടമായ വൈഖരിയും ആവിർഭവിക്കുന്നു എന്നും സാരം. ചതുശ്ചക്ര പ്രഭാരൂപ സംയുക്ത പരിണാമതഃ ചതുർദശാര രൂപേണ സംവിത്തികരണാത്മന, ബിന്ദു മുതലായ 4 ചക്രങ്ങളുടെ പ്രഭാരൂപം പരിണമിച്ചാണ് ചതുർദശാരമാവുന്നത് എന്ന് ഇതേ അർത്ഥത്തിൽ തന്നെ യോഗിനി ഹൃദയത്തിലും പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ പ്രകടമായിട്ടുള്ള ശ്ലോകാർത്ഥം കൂടാതെ ഈ ശ്ലോകങ്ങൾ ഒന്നിനും കൂടുതലായിട്ട് വിശേഷാർത്ഥം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ശ്ലോകങ്ങളെല്ലാം വളരെ സ്പഷ്ടമായിട്ടും ലളിതമായിട്ടുമുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാതൃകാക്ഷരങ്ങൾ എങ്ങനെയാണ് അഷ്ടകോണം മുതൽക്കുള്ള വൈഖരി സ്ഥാനങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അവസാനം നോക്കിയ സർവസൗഭാഗ്യദായക ചക്രം എന്നറിയപ്പെടുന്ന ചതുർദശാരത്തില് ആ മുതൽ ഔ വരെ 14 അക്ഷരങ്ങൾ. അതിൻ്റെ ഒരു ചിത്രരൂപം വീഡിയോയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സർവാർത്ഥ സാധക ചക്രം എന്ന പേരുള്ള ബഹിർദശാരത്തില് ക മുതൽ ഞ വരെ ക, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ഝ, ഞ എന്നിങ്ങനെ 10 അക്ഷരങ്ങൾ. സർവരക്ഷാകര ചക്രമാകുന്ന അന്തർദശാരത്തില് ട മുതൽ ന വരെ ട, ഠ, ഡ, ഢ, ണ, ത, ഥ, ദ, ധ, ന എന്ന് 10 അക്ഷരങ്ങൾ. സർവരോഗഹര ചക്രമാകുന്ന അഷ്ടകോണത്തില് പ മുതൽ മ വരെ പ, ഫ, ബ, ഭ, മ എന്നീ 5 അക്ഷരങ്ങളും പിന്നെ ശ, ഷ, സ എന്നീ 3 കൂടി കൂടുമ്പോൾ ആകെ 8 അക്ഷരങ്ങൾ. ഇതുകൂടാതെ ബിന്ദു ത്രികോണങ്ങളെ പ്രതിനിധീകരിക്കുന്ന മധ്യമ, അതായത് സ്ഥൂല മധ്യമ, പശ്യന്തി പിന്നെ പരാവാക്കുകളിലും മാതൃകാക്ഷരങ്ങൾ വ്യാപിച്ചിരിക്കുന്നുണ്ട്. എങ്ങനെയാണ്? സ്ഥൂല മധ്യമയിൽ പഞ്ചഭൂത ലിപികൾ യ, ര, ല, വ, ഹ 5 അക്ഷരങ്ങൾ. പിന്നെ വിസർഗം പശ്യന്തിയിലും അനുസ്വാര ബിന്ദു പരാവാക്കിലുമായിട്ട് 2 അക്ഷരങ്ങൾ. ള എന്ന അക്ഷരം ലകാരത്തിലും കൂടബീജം എന്ന് പറയുന്ന ക്ഷ കകാര ഷകാരങ്ങളിലും അന്തർഭൂതമാണ് എന്നതുകൊണ്ട് അതും കൂടി കൂട്ടുമ്പോൾ 51 അക്ഷരങ്ങളുടെ കണക്ക് ശരിയാവും. കൂടബീജം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ അല്ലേ? ഒരുമിച്ചുള്ള 2 ഹല്ലന്തങ്ങളെ, അതായത് 2 വ്യഞ്ജനാക്ഷരങ്ങളെ ഒരു സ്വരം താങ്ങി നിർത്തുന്ന കൂട്ടക്ഷരമാണ് കൂടബീജം. ഇവിടെ ഇക്ക്, ഇഷ് എന്നീ 2 വ്യഞ്ജനങ്ങൾ, പിന്നെ അകാരമാകുന്ന സ്വരം, ഈ 3 കൂടിയിട്ടുള്ള കൂടബീജമാണ് ക്ഷ എന്ന കൂട്ടക്ഷരം. കൂടബീജത്തിലെ വ്യഞ്ജനങ്ങളുടെ എണ്ണം കൂടുമ്പോൾ
അത് പിണ്ഡമാകുന്നു. പിണ്ഡങ്ങളെ കൊണ്ടുള്ള മന്ത്രം പിണ്ഡമന്ത്രവുമാണ്. അതായത് സ്വരാക്ഷരത്തിൻ്റെ സഹായം കൂടാതെ തനിച്ചു നിൽക്കുന്ന വ്യഞ്ജനങ്ങൾ. ഉച്ചാരണത്തിന് അത് ഒരു വെല്ലുവിളി കൂടിയാണ്. ഉദാഹരണത്തിന് മഹാപാതുകാ മന്ത്രത്തിൽ വരുന്ന 5 വ്യഞ്ജനങ്ങൾ തനിച്ചു നിൽക്കുന്ന ഹിസ്ക് ഫ്രേം, ഇഹ്, ഇസ്, ഇഖ്, ഭ്, ഇർ, പിന്നെ ഏം. അതുപോലെ തന്നെ 9 വ്യഞ്ജനങ്ങൾ തനിച്ചു നിൽക്കുന്ന ഹിസ്ക്ഷമരുപരിയോം, ഇഹ്, ഇസ്, ഇക്ക്, ഇഷ്, ഇം, ഇൽ, ഇവ്, ഇർ, ഇയ്, പിന്നെ എന്ന സ്വരവും അനുസ്വാരവും കൂടിയത്. ഇതുപോലെയുള്ള ബീജസമൂഹങ്ങളാണ് പിണ്ഡമന്ത്രങ്ങൾ. പഞ്ചദശി ഷോഡശി കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇത് അറിയുന്നുണ്ടാവും. മാതൃകാക്ഷരങ്ങളുടെ കാര്യം പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ 64 മാതൃകാക്ഷരങ്ങളാണ് ശൈവതന്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. 51 അല്ല, 64. അഷ്ടാഷ്ടക വിഭേദേന മാതൃകായ നിരൂപിത എന്നാണ്. അതായത് അഷ്ടാഷ്ടക വിഭേദേന, 8നെ 8 കൊണ്ട് ഗുണിച്ചുള്ള പ്രകാരത്തിൽ, അതായത് 64 വിധത്തിലാണ് മാതൃകാക്ഷരങ്ങൾ നിരൂപിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ശൈവതന്ത്രങ്ങളിലെ കണക്കനുസരിച്ചുള്ള ഈ 64 മാതൃകാക്ഷരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ശ്രീ അഭിനവഗുപ്താചാര്യർ തൻ്റെ പരാത്രിംശികാ വിവരണത്തിൽ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: വിസർജനീയ ജിഹ്വാമൂലീയോപധ്മാനീയൗ അനുനാസികേഭ്യഃ പഞ്ചച യമാത് ഡകാര ഢകാര യലവക്ഷകാരേഭ്യഃ താനേവ ലഘുപ്രയത്നതരാൻ ഭേദേനാഭിമന്യ ചതുഷ്ഷഷ്ടി വർണ്ണാ ഉക്താഃ. ഇതിൻ്റെ ഒരു ചാർട്ട് മുകളിൽ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് നോക്കാവുന്നതാണ്. അതായത് ആ, ഇ, ഉ, ഋ എന്നീ സ്വരങ്ങൾ ഹ്രസ്വമായും ദീർഘമായും പിന്നെ ദീർഘഘനമായും ഉച്ചരിക്കുന്ന 12 എണ്ണം, ള് എന്ന 2, എ, ഐ, ഒ, ഔ എന്നിവ ഹ്രസ്വമായും ദീർഘമായും ഉച്ചരിക്കുന്ന 8, സ്പർശവർണ്ണങ്ങൾ എന്ന് പറയുന്ന ക മുതൽ മാ വരെയുള്ള 25 എണ്ണം, യാ, രാ, ലാ, വ എന്നീ 4 അന്തസ്ഥങ്ങൾ, ശാ, ഷാ, സാഹ എന്നീ 4 ഊഷ്മാക്കൾ, അനുസ്വാര വിസർഗങ്ങൾ അം, അഹ എന്നിവ 2, പിന്നെ ജിഹ്വാമൂലീയം, ഉപധ്മാനീയം എന്നിങ്ങനെ 2, ങ, ഞ, ണ, ന, മ എന്നീ നാസികാവർണ്ണങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പഞ്ചയമാക്ഷരങ്ങൾ, അതായത് ങും, ഞും, നും, നും, മും എന്നീ 5ഉം കൂടുമ്പോൾ ആകെ 64 മാതൃകാക്ഷരങ്ങളാകുന്നു. ക, ഖ എന്നുള്ള അക്ഷരങ്ങളുടെ മുമ്പിൽ വിസർഗം ചേർന്ന് വരുന്നതാണ് ജിഹ്വാമൂലീയം. തൊണ്ടയിൽ നിന്ന്, അതായത് നാവിൻ്റെ ഉള്ളിലെ മൂലത്തിൽ നിന്നും ഉച്ചരിക്കുന്നതാണ് ജിഹ്വാമൂലീയം എന്ന് പറയുന്നത്. ക, ഖ എന്നിങ്ങനെ. ഇൻഡോ ആര്യൻ, പെർഷ്യൻ ഭാഷകളിലൊക്കെ ഉള്ള അക്ഷരങ്ങളാണ് ഇതൊക്കെ. ഉറുദു ഭാഷയിലും ഈ ഉച്ചാരണമുണ്ട്. ഖസം, ഖയാമത്ത്, ഖൂൻ, ഖറാബ് ഇങ്ങനെയൊക്കെ. പക്ഷേ ഉച്ചാരണത്തിന് ചെറിയ വ്യത്യാസമുണ്ട്. ഇത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ കെ അല്ല, ക്യൂ എന്നാണ് എഴുതി കാണാറുള്ളത്. മഹാപാതുകാ മന്ത്രത്തിൽ ജിഹ്വാമൂലീയമായിട്ടാണ് ഖ ഉച്ചരിക്കേണ്ടത്. ഹിസ്ഖ് പ്രേം. അതുപോലെ പ, ഫ എന്നീ അക്ഷരങ്ങൾക്ക് മുന്നിൽ വിസർഗം കൂട്ടി ഉച്ചരിക്കുന്നതാണ് ഉപധ്മാനീയം. പ, ഫ എന്നിങ്ങനെ. മഹാപാതുകാ മന്ത്രത്തിലെ ഫകാരം ഉച്ചരിക്കേണ്ടതും ഉപധ്മാനീയമായിട്ടാണ്. ഹ്, സ്, ഖ്, ഫ, റേം എന്ന്. പക്ഷേ ശൈവതന്ത്രങ്ങളിൽ ഈ ദ്വാദശാർണ ബീജങ്ങളുടെ ഉച്ചാരണം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് അകാരം, ആ സ്വരം കൂട്ടിയാണ് സാധാരണ മഹാപാതുകാ മന്ത്രത്തിലെ ബീജാക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്. ജിഹ്വാമൂലീയമായിട്ടും ഉപധ്മാനീയമായിട്ടുമൊന്നും ആരും ഉച്ചരിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഗുരു ഉപദേശപ്രകാരം ഉച്ചരിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. മാത്രമല്ല മാനസികമായി ജപിക്കുന്നതാണ് മഹാപാതുകാ മന്ത്രം എന്നുള്ളത് കൊണ്ട് ഉച്ചാരണം പലപ്പോഴും ശ്രദ്ധിക്കാറുമില്ല. മാതൃകകൾ, പ്രത്യേകിച്ച് മന്ത്രങ്ങളിൽ വരുന്ന ബീജങ്ങൾ, പിണ്ഡങ്ങളൊക്കെ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്ന് വിശദീകരിക്കുന്ന മാതൃകാജ്ഞാനഭേദം, ശിക്ഷാസൂത്രം, ത്രികരത്നകുലം എന്നൊക്കെയുള്ള ചില ഗ്രന്ഥങ്ങൾ തന്നെയുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പരാത്രിംശികാ വിവരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വൈഖരി വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ അഷ്ടകോണം മുതൽ ചതുർദശാരം വരെയുള്ള ചക്രങ്ങളിൽ
വൈഖരി വാക്ക് 51 മാതൃകാക്ഷരങ്ങളായി സ്ഫുടീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുതയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഇനി 32ാമത്തെ ശ്ലോകം നോക്കാം. परया पश्यन्त्यापि च मध्यमया स्थूलवर्णरूपिण्य एताभिरेकपञ्चाशदक्षरात्मा हि वैखरी जाता. പദങ്ങളുടെ അർത്ഥം നോക്കാം. പരയ പരാവാക്കാലും, പശ്യന്ത്യ പശ്യന്തി വാക്കാലും, മധ്യമയ സ്ഥൂലവർണ്ണരൂപിണ്യ, ഇത് സ്ഥൂലവർണ്ണരൂപിണ്യ മധ്യമയ എന്ന് അന്വയിക്കണം. അതായത് സ്ഥൂലവർണ്ണരൂപിണിയായ സ്ഥൂല മധ്യമയാലും ഏതാഭിഹി അഷ്ടകോണം മുതൽ ചതുർദശാരം വരെ പരാമർശിക്കപ്പെട്ടവയോടുകൂടി ഏകപഞ്ചാശത്തക്ഷരാത്മാ 51 അക്ഷരങ്ങളുടെ രൂപമായ വൈഖരി ജാത, വൈഖരി മാതൃക ആവിർഭവിച്ചു. അർത്ഥം സ്പഷ്ടമാണ്. അഷ്ടകോണം മുതൽക്കുള്ള ചക്രങ്ങളിലെ അക്ഷരസംഖ്യ എന്തൊക്കെയാണ്, അത് മൊത്തം കൂട്ടുമ്പോൾ എങ്ങനെയാണ് 51 ആവുന്നത് എന്നത് ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ്. വൈഖരി ജാത, വൈഖരി മാതൃക ആവിർഭവിച്ചു. വൈ നിശ്ചയേന, ഖം കർണവിവരം, രാതി ഗച്ഛതി ഇതി വ്യുത്പത്തി. അതായത് സ്പഷ്ടമായി കേൾക്കുന്ന വ്യക്തിയുടെ ചെവിയിൽ കടക്കുന്നത്, കർണവിവരണം ചെവിദ്വാരത്തിൽ കൂടി കടക്കുന്നത് എന്നാണ് വൈഖരി പദത്തിന് സൗഭാഗ്യ ഭാസ്കരത്തിൽ വൈഖരി രൂപ എന്നുള്ള നാമത്തിന്റെ അർത്ഥം പറയുന്ന കൂട്ടത്തിൽ ശ്രീ ഭാസ്കര നായർ പറഞ്ഞിരിക്കുന്നത്. വൈഖരിയിൽ കൂടിയുള്ള അക്ഷരങ്ങളുടെ വികസനമില്ലെങ്കിൽ പിന്നെ മനുഷ്യരുടെ ജീവിതം തന്നെ നിഷ്ഫലമാവും. പരാത്രിംശിക വ്യാഖ്യാനത്തിൽ ശ്രീ അഭിനവഗുപ്താചാര്യർ ഇങ്ങനെ പറയുകയാണ്: ശൃണ്വന്നേവതാൻ ശബ്ദാൻ പശ്യംശ്ചാർത്ഥാൻ വ്യുത്പദ്യത്തെ വർണ്ണാശ്ച ശ്രൂയമാണാനേവ പരാമൃശേത് ശ്രൂയന്തേ ച വൈഖരീമയാഹ. അതായത് രൂപങ്ങളെ കാണുമ്പോഴും ആ രൂപങ്ങളുടെ നാമങ്ങൾ കേൾക്കുമ്പോഴും പരസ്പരം രണ്ടിനെയും സംബന്ധിച്ച പരാമർശം, അതുമായുള്ള ബന്ധം, ആ സ്വാധീനം സൂക്ഷ്മരൂപത്തിൽ മനസ്സിൽ ഓർമ്മയായി തങ്ങുന്നു. വൈഖരി എന്നറിയപ്പെടുന്ന സൂക്ഷ്മമായോ സ്ഥൂലമായോ ഉള്ള വാക്കുകളില്ലെങ്കിൽ ഈ പരാമർശം സംഭവിക്കില്ല എന്ന് അർത്ഥം. ആദിക്ഷാന്തം എന്ന് പറയുന്ന അകാരം മുതൽ ക്ഷകാരം വരെയുള്ള അക്ഷരരാശികളെ കൊണ്ടാണ് നാമരൂപ പ്രപഞ്ചം പ്രതിഷ്ഠ നേടുന്നത്. ഭാഷയും ഭാഷയിൽ കൂടിയുള്ള പ്രാപഞ്ചിക ജ്ഞാനവും അതിലൂടെ ശാസ്ത്രങ്ങളും സിദ്ധാന്തങ്ങളും ദർശനങ്ങളും തത്വവിചാരങ്ങളും ആചാര്യോക്തികളുമെല്ലാം അതിൽ കൂടി മാത്രമേ സാധ്യമാവുന്നുള്ളൂ. അങ്ങനെയാണ് ധർമാർത്ഥ കാമമോക്ഷ പുരുഷാർത്ഥങ്ങളുടെ രൂപത്തിൽ പ്രപഞ്ച ജീവിതത്തിൻ്റെ ലക്ഷ്യം, നിർവഹണം, സഫലീകരണം ഇതൊക്കെ സംഭാവ്യമാകുന്നത്. ശൈവതന്ത്രങ്ങളിൽ അക്ഷരങ്ങളെ പ്രപഞ്ചജ്ഞാനം ഉദ്ഭവിക്കുന്ന മാതാക്കളായി പരിഗണിച്ച് ആ മാതൃകാക്ഷരങ്ങൾക്ക് അത്രമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുള്ളതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. ഇനി അടുത്ത 33ാം ശ്ലോകത്തിൽ അഷ്ടദളം ഷോഡശദളം എന്നീ 2 പത്മങ്ങളെയും വിവരിക്കുകയാണ്. 33ാം ശ്ലോകം. കാദിഭിരഷ്ടഭിരുപചിതമഷ്ടദലാബ്ജം ച വൈഖരീവർഗൈഃ സ്വരഗണസമുദിതമേതദ്വ്യഷ്ടദലാംഭൂരുഹം ച സംചിന്യം. അപ്പോൾ പദം പിരിച്ച് ഈ ശ്ലോകം ഇങ്ങനെ വായിക്കാം. കാദിഭിഹി അഷ്ടഭിഹി ഉപചിതം അഷ്ടദല അബ്ജം ച വൈഖരീവർഗൈഃ സ്വരഗണസമുദിതം ഏതദ്വ്യഷ്ടദല അംഭോരുഹം ച സഞ്ചിന്യം. കാദിഭിഹി അഷ്ടഭിഹി, കവർഗം മുതലായ 8 തരമുള്ള, വൈഖരീവർഗൈഃ സ്പഷ്ടമായ വൈഖരീവർഗങ്ങളോട് ഉപചിതം കൂടിയിരിക്കുന്ന, അഷ്ടദല അബ്ജം ച 8 ഇതളുകളുള്ള കമലത്തിൻ്റെ ചക്രവും, സ്വരഗണസമുദിതം ഷോഡശ സ്വരങ്ങളാലുണ്ടായ ദ്വി-അഷ്ടദല അംഭോരുഗം ച ഈ 16 ഇതളുകളുള്ള കമലവും, ദ്വി-അഷ്ട എന്ന് വെച്ചാൽ 2 8, അതായത് 16. അപ്പോൾ ഷോഡശദള കമലവും സഞ്ചിന്യം നന്നായി ഭാവിക്കപ്പെടേണ്ടവയായി ഇരിക്കുന്നു.
ഇവിടെ സർവസംക്ഷോഭണ ചക്രം എന്ന് പറയുന്ന അഷ്ടദള കമലം, പിന്നെ സർവാശാപരിപൂരക ചക്രം എന്നറിയപ്പെടുന്ന ഷോഡശദള കമലം, ഈ 2 പത്മങ്ങളിലും അടങ്ങിയിരിക്കുന്ന അക്ഷരങ്ങളുടെ കണക്ക് പറയാണ്. അഷ്ടദള പത്മത്തിൽ കവർഗം മുതലായ 8 വർഗങ്ങൾ 8 ദളങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു. കവർഗം മുതലായ അഷ്ടവർഗം എന്നത് ക, ച, ട, ത, പ എന്നീ 5 വർഗങ്ങൾ, പിന്നെ യ വർഗം, അതായത് യ, ര, ല, വ, പിന്നെ ശ വർഗം, അതായത് ശ, ഷ, സ, ഹ, പിന്നെ ഒടുവിൽ ദ്രാവിഡ മധ്യമമായ ള എന്ന ഒരക്ഷരം. അങ്ങനെ വ്യഞ്ജനാക്ഷരങ്ങൾ മുഴുവനും ഈ 8 വർഗങ്ങളും വൈഖരി വർഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ വർഗം നേരത്തെ സ്ഥൂല മധ്യമയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് അതിൽ നിന്നും വേറെയാണ് എന്ന് ദ്യോതിപ്പിക്കാനാണ് വൈഖരി വർഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഷോഡശദള പത്മത്തിൽ സ്വരഗണ സമുദിതം എന്ന് വെച്ചാൽ 16 സ്വരങ്ങളും അടങ്ങിയിരിക്കുന്നു എന്ന് അർത്ഥം. അങ്ങനെ 34 വ്യഞ്ജനാക്ഷരങ്ങളും 16 സ്വരാക്ഷരങ്ങളും ചേർന്ന് ആകെ 50 അക്ഷരങ്ങളും ഈ 2 പത്മങ്ങളിലായിട്ട് ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇവിടെ ക്ഷ ഉൾപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് 50 അക്ഷരങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ ക്ഷ കൂട്ടക്ഷരമായതുകൊണ്ട്. അപ്പോൾ ശ്രീചക്രത്തിൻ്റെ ബിന്ദുവിലും പിന്നെ കോണുകളുടെ രൂപത്തിലുള്ള ത്രികോണം മുതൽ ചതുർദശാരം വരെയുള്ള ചക്രങ്ങളിലും അടങ്ങിയിരിക്കുന്ന സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ആയ മാതൃകാക്ഷരങ്ങൾ തന്നെ വീണ്ടും പത്മങ്ങളുടെ രൂപത്തിലുള്ള അഷ്ടദളം, ഷോഡശദളം എന്നിവയിലും അടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതിൽ പ്രത്യേകിച്ച് ഇനിയും വിശദീകരിക്കാനൊന്നുമില്ല. ഇനി അടുത്ത 34-ാമത്തെ ശ്ലോകത്തിൽ ശ്രീചക്രത്തിൻ്റെ ഒടുവിലത്തെ ഭാഗങ്ങളായ വൃത്തത്രയം, ഭൂപുരം എന്നീ 2ന്റെയും നിരൂപണമാണ്. 34-ാമത്തെ ശ്ലോകം നോക്കാം. ബിന്ദുത്രയമയ തേജസ്ത്രിതയ വികാര സ്ഥിതാനി വൃത്താനി ഭൂബിംബത്രയമേതത് പശ്യന്ത്യാദി ത്രിമാതൃവിശ്രാന്തിഃ. ത്രിതയ വികാര സ്ഥിതാനി വൃത്താനി. ആ വൃത്താനി എന്നുള്ളത് ആദ്യം എടുക്കാം. വൃത്താനി ശ്രീചക്രത്തിലെ 3 വൃത്തങ്ങൾ, ബിന്ദുത്രയമയ രക്തം, ശുക്ലം, മിശ്രം എന്നീ ത്രിബിന്ദുക്കളുടെ സ്വരൂപമാകുന്ന തേജഃ ത്രിതയ വികാരസ്ഥിതാനി, അഗ്നി, സോമ, സൂര്യന്മാരുടെ തേജസ്സിൻ്റെ പരിണാമം മാത്രമാണ്. ഏതത് ഭൂബിംബത്രയം, ഈ 3 ചതുരസ്ര ആകൃതിയിലുള്ള ഭൂപുരചക്രം പശ്യന്ത്യാദി ത്രിമാതൃ വിശ്രാന്തി, പശ്യന്തി, മധ്യമ, വൈഖരി എന്നീ 3 മാതൃക്കളുടെ വിശ്രാന്തി സ്ഥാനവും ആയിരിക്കുന്നു. ശ്രീചക്രത്തിലെ 3 വൃത്തങ്ങളും 3 ബിന്ദുക്കളുടെ രക്തശുക്ല മിശ്ര ബിന്ദുക്കളുടെ സ്വരൂപമാണ് എന്നും അഗ്നി, ചന്ദ്രൻ, സൂര്യൻ മുതലായ തേജസ്സുകളുടെ പരിമാണമാണ് എന്നും ഏറ്റവും ഒടുവിലുള്ള ഭൂപുരത്തിലെ 3 ചതുരസ്ര രേഖകളും പശ്യന്തി, മധ്യമ, വൈഖരി മാതൃകകളുടെ വിരാമസ്ഥാനമാണ് എന്നും പറഞ്ഞിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തി ഭൂപുരത്തിൽ അവസാനിച്ചിരിക്കുന്നത് കൊണ്ട് പശ്യന്തി, മധ്യമ, വൈഖരികളുടെ അങ്ങോട്ടുള്ള വികസനവും ഇവിടെ നിലച്ചിരിക്കുന്നു എന്നത് ദ്യോതിപ്പിക്കാനാണ് ഈ 3 വാക്കുകളുടെ വിരാമസ്ഥാനം വിശ്രാന്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മാതൃകാക്ഷരങ്ങളൊന്നുമില്ല, ഇതിലും പ്രത്യേകിച്ചൊന്നും വിശദീകരിക്കാനില്ല. ഇപ്രകാരം ശ്രീ കാമകലാവിലാസത്തിൽ ശ്രീചക്ര ബിന്ദു മുതൽ ഭൂപുരം വരെയുള്ള ആവരണങ്ങളിലെ പരാ മുതൽ വൈഖരി വരെയുള്ള മാതൃകാക്ഷര സ്ഥാനങ്ങളുടെ നിരൂപണം നടത്തി ഈ 34-ാം ശ്ലോകം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇന്നത്തെ ഈ സംവാദം ഇവിടെ അവസാനിപ്പിക്കാം. വൃത്തത്രയം കുറിച്ച് കുറച്ച് കൂടുതൽ വിവരങ്ങൾ പറയാനുണ്ട്, അത് അടുത്ത ഭാഗത്തിൽ വിവരിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.